പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. ദിവസങ്ങൾ വീണ്ടും വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി. നാളെയാണ് കുഞ്ഞൂട്ടിന് എൻട്രൻസ് കോച്ചിങ്ങിന്റെ ക്ലാസ് തുടങ്ങുന്നത്. ഉച്ച കഴിഞ്ഞതും അതിന് മുമ്പ് അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഇറങ്ങിയതാണ് മിത്രയും കുഞ്ഞൂട്ടിനും കൂടി. ഡേവിഡ് ട്യൂഷൻ ക്ലാസ് ഉള്ളത് കൊണ്ട് മിത്രയായിരുന്നു കുഞ്ഞൂട്ടിന്റെ കൂടെ പറഞ്ഞു വിട്ടത്. കുഞ്ഞൂട്ടിന് ആവശ്യമായ ഡ്രസ്സും ബുക്കും മറ്റു സാധനങ്ങളും വാങ്ങുന്ന കൂട്ടത്തിൽ ഡാനിക്ക് ഒരു ജോഡി ഡ്രസ്സ് എടുക്കാനും അവള് മറന്നില്ല. ഇല്ലെങ്കിൽ രണ്ടുപേർക്കും നിന്ന് അടിയുണ്ടാക്കാൻ അതും മതിയാകുമെന്ന് അവൾക്കറിയാം. സാധനങ്ങളൊക്കെ വാങ്ങിയിറങ്ങുമ്പോൾ വൈകുന്നേരമായിരുന്നു. ഓയ് ചേച്ചി. കുഞ്ഞുട്ടിന്റെ കയ്യും പിടിച്ച് ഫുട്പാത്തിലൂടെ നടക്കുമ്പോഴാണ് തന്നെ ആരോ വിളിച്ചതുപോലെ മിത്രക്ക് തോന്നിയത്. തിരിഞ്ഞു നോക്കി അവർ കാണുന്നത് തൊട്ടടുത്തുള്ള ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് ഇറങ്ങി വരുന്ന ജൂലിയാണ്. ജൂലിയെ കണ്ടതും മിത്രയുടെ മുഖത്ത് ചിരി വിടർന്നുവെങ്കിലും കുഞ്ഞുട്ടന്റെ മുഖത്ത് അവളെ കണ്ടതും ഗൗരവം നിറഞ്ഞു. നിങ്ങളെന്താ ഇവിടെ? അവരുടെ അടുത്തേക്ക് വന്ന് നിറച്ചിരിയോടെ ജൂലി ചോദിച്ചു. നാളെ ഇവന് ക്ലാസ് തുടങ്ങിയ അപ്പൊ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയതാ. മിത്ര കുഞ്ഞുട്ടിന്റെ തോളിലൂടെ കൈയിട്ട് അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് ചിരിയോടെ ജൂലിയോട് പറഞ്ഞു. നീ എന്താ കുഞ്ഞുട്ടൻ മിണ്ടാ നിൽക്കുന്നത്? ഗൗരവം വരുത്തി നിൽക്കുന്ന കുഞ്ഞുട്ടനെ നോക്കി ജൂലി ചോദിച്ചു. ഡോണ്ട് കോൾ മീ കുഞ്ഞുട്ടൻ. മൈ നെയിം ഈസ് ഡെവിൻ ഐസക് മാത്യു. സോ കോൾ മീ ഡെവിൻ. തന്നെ കുഞ്ഞുട്ടനെന്ന് വിളിച്ചത് ഇഷ്ടപ്പെടാതെ ഇത്തിരി ഗമയിൽ കുഞ്ഞുട്ടൻ ജൂലിയോട് പറഞ്ഞു. പിന്നെ ഒന്ന് പോയടാ കുഞ്ഞുട്ടാ നീ. ഇല്ലാത്ത ഗൗരവം നിർത്തി പറയുന്നവനെ കണ്ട് പൊട്ടി വന്ന ചിരി അടക്കി നിർത്തി അവന്റെ തലക്കൊരു മേട്ടം വെച്ച് കൊടുത്തുകൊണ്ട് മിത്ര പറഞ്ഞതും അവന്റെ പറച്ചിലും ഭാവമൊക്കെ കണ്ടതും ജൂലിയും ചിരിച്ചു പോയി. രണ്ടുപേരുടെയും ചിരി കണ്ടതും കുഞ്ഞുട്ടൻ മിത്രയെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. അല്ല ജൂലി എന്ത് ഇവിടെ? ഞാൻ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞില്ലായിരുന്നോ? ഇവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ചേച്ചി. ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് ഫുൾ ഡേ ഉണ്ട്. മിത്രയുടെ ചോദ്യത്തിന് ജൂലി ഇറങ്ങി വന്ന തുണിക്കട കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഇവിടെയായിരുന്നു? വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ ചേച്ചി? സുഖം. ഡാനിച്ചനില്ലേ അവിടെ? ജാളിത കാലത്ത് എല്ലാവരും മടിയോടെ ജൂലി മിത്രയോട് ചോദിച്ചു. ഇല്ല, ടൂർണമെന്റ് അടുക്കാനായതുകൊണ്ട് ഫുട്ബോൾ പ്രാക്ടീസ് ഉണ്ട്, അതുകൊണ്ട് അവൻ കോളേജിലേക്ക് പോയിരിക്കാം. ജൂലിയുടെ ഭാവം കണ്ട് ചെറു ചിരിയോടെ മിത്ര പറഞ്ഞു. ജൂലിയും ഡാനിയും പ്രണയത്തിലാണെങ്കിലും മറ്റു കാമിതാക്കളെ പോലെ ഡെയിലിയുള്ള ഫോൺ വിളിയോ ചാറ്റിങ്ങുകളോ ഇല്ല. പഠിച്ചൊരു ജോലി വാങ്ങുന്നത് വരെ ഇടയ്ക്കുള്ള കാണലും വിളികളും മാത്രം മതിയെന്ന് ഇരുവരും കൂടി എടുത്ത തീരുമാനമാണ്. ജോലിക്ക് തിരിച്ച് ജോലിക്ക് കയറേണ്ടത് കൊണ്ട് കുറച്ചു നേരം സംസാരിച്ച് അവർ പിരിഞ്ഞു. നിനക്ക് എന്താണ് ഡെവിനെ പറ്റിയത്? ജോലി പോയത് മിത്ര കുഞ്ഞൂട്ടിന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചതും അവൾ ഡെവിനെ എന്ന് വിളിച്ചത് ഇഷ്ടപ്പെടാതെ കുഞ്ഞൂട്ടിനെ അവളെ കണ്ണു തുറച്ചു നോക്കി. ചേട്ടത്തി എന്നതിന് അങ്ങനെ വിളിക്കുന്നത്? എങ്ങനെ? കുഞ്ഞൂട്ടന്റെ ചോദ്യം കേട്ടതും മിത്ര ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു. ചേട്ടത്തി എന്നെ കുഞ്ഞൂട്ടാന്ന് വിളിച്ചാൽ മതി. നീയല്ലേ പറഞ്ഞത് നിന്നെ കുഞ്ഞൂട്ടാ വിളിക്കണ്ട, ഡെവിനെ വിളിച്ചാൽ മതിയെന്ന്? ഞാൻ അവളോടാ പറഞ്ഞത്. എന്റെ ചേട്ടത്തി എന്നെ കുഞ്ഞൂട്ടാന്ന് തന്നെ വിളിച്ചാൽ മതി. മുഖം വീർപ്പിച്ചുകൊണ്ട് കുഞ്ഞൂട്ടൻ പറഞ്ഞു. അവളോ? ജൂലി നിന്നേക്കാൾ 2 വയസ്സിന് മുതിർന്നതാ. എന്നിട്ടാണോ നീ ജൂലി അവളെന്നൊക്കെ വിളിക്കുന്നത്? അതുമല്ല, ഡാനി സ്നേഹിക്കുന്ന പെൺകുട്ടിയാ അത്. കുഞ്ഞുണ്ണെ തിരുത്തിക്കൊണ്ട് മിത്ര പറഞ്ഞു. അവരുടെ സ്നേഹം സക്സസ് ആകുമെന്ന് ചേട്ടത്തിക്ക് തോന്നുന്നുണ്ടോ? ഇപ്പൊ അവര് തമ്മിൽ ഇടയ്ക്കൊന്ന് വിളിച്ചാലായി. ഒരു കോണ്ടാക്റ്റും ഇല്ല. അതവര് പഠിക്കണം, ജോലി വാങ്ങണം എന്ന ലക്ഷ്യബോധം ഉള്ളത് കൊണ്ടാ. പിന്നെ ലക്ഷ്യബോധം മിക്കവാറും ആ ജോലി ടെന്നിച്ചിനെ തേക്കും. അവനെ പോലുള്ള അണ്ണന്മാർക്ക് മൂരാജികളെയൊന്നും ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് പറ്റില്ല. ചേട്ടത്തി എന്റെ അൺറൊമാൻറ്റിക് മൂരാജി ചേട്ടായിയെ സഹിക്കും പോലെ വേറെ ആരെയും അതിന് കിട്ടില്ല. കുഞ്ഞുട്ടൻ വലിയ കാര്യം പോലെ മിത്രയോട് പറഞ്ഞു. നിന്റെ ചേട്ടായി അൺറൊമാൻറ്റിക് മൂരാജി ഒന്നല്ല. നിന്നോട് ഇത് ആരാ പറഞ്ഞത്? ആരെങ്കിലും പറഞ്ഞിട്ട് വേണം. എന്റെ ചേട്ടായി എനിക്കറിയാം. അതുമല്ല, ഞാൻ നിങ്ങൾക്കൊപ്പം തന്നെയല്ലേ ആ വീട്ടിൽ കഴിയുന്നത്. ബുദ്ധിയുള്ളത് കൊണ്ട് ഞാനെല്ലാം കണ്ടു മനസ്സിലാക്കുന്നതാ. അമ്പടാ. എന്നാലേ നിന്റെ ചേട്ടായി അങ്ങനെയൊന്നും അല്ല. ശരിക്കും നിന്റെ ചേട്ടായി റോമിയോ ആണ്. ഒന്ന് പോചെടുത്തി തള്ളാതെ. ഇത് മാത്രം ഞാൻ വിശ്വസിക്കില്ല. മിത്ര പറഞ്ഞത് അംഗീകരിക്കാതെ കുഞ്ഞുട്ടൻ ഉറപ്പോടെ പറഞ്ഞതും മിത്ര അവനെ തിരുത്താൻ നിൽക്കാതെ അവന്റെ കൂടെ നടന്നു. പിറ്റേന്ന് മുതൽ കുഞ്ഞുട്ടൻ ക്ലാസ്സിന് പോകാൻ തുടങ്ങിയതും മറ്റാരേക്കാളും അവന്റെ പഠനകാര്യത്തിൽ ഇപ്പോൾ ശ്രദ്ധ മിത്രക്കാണ്. കാരണം അവനെങ്ങാനും പഠനത്തിൽ ഉറപ്പിയ ഡെവിയുടെ കയ്യിൽ നിന്ന് മാന്യം കിട്ടുന്നത് തനിക്കാകുമെന്ന് കോച്ചിന് നല്ലതുപോലെ അറിയാം. അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ദിവസങ്ങൾ മുന്നോട്ട് പോയി. ഒപ്പം തനിക്കൊരു കുഞ്ഞ് എന്ന ആഗ്രഹം ദിവസങ്ങൾ കൂടുന്തോറും മിത്രയിൽ വളർന്നുകൊണ്ടേയിരുന്നു. 2 മാസം കഴിഞ്ഞതും രാത്രികൾ നന്നായി ഒമിറ്റി തുടങ്ങിയതും കോളേജിൽ പോകാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ
കോഴ്സ് കഴിയാൻ 6 മാസം തികച്ചില്ലെങ്കിലും അവളില്ലാതെ കോളേജിൽ പോകാൻ മിത്രക്ക് മടിയാണെങ്കിലും ഡെവിയെ പേടിച്ച് എതിർത്തൊന്നും പറയാതെ ക്ലാസ്സിന് പോകാൻ തുടങ്ങിയിരുന്നു. വൈകിട്ട് രാധവിന്റെ അച്ഛനെയും അമ്മയെയും നാട്ടിലേക്കുള്ള ട്രെയിനിൽ കയറ്റി വിട്ടുകൊടുത്ത് വീട്ടിലേക്ക് വന്ന് ധ്യാൻ കാണുന്നത് ഛർദ്ദിച്ച ആവശ്യമായി തന്റെ അമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന രാധവിനെയാണ്. ആ നീ വന്നോ, ഞാൻ ചായ എടുക്കാം. ധ്യാനിനെ കണ്ടതും അതും പറഞ്ഞ അമ്മ രാധവിന്റെ തലയെടുത്ത് പതിയെ സെറ്റിയിലേക്ക് വെച്ച് അടുക്കളയിലേക്ക് പോയതും ധ്യാൻ രാധവിന്റെ അരികിൽ വന്നിരുന്നു. നാട്ടിലെ വീട്ടിൽ ധ്യാനിന്റെ അച്ഛനും അനിയും ഭാര്യ സത്യയും ദിയേക്കും ഉള്ളത് കൊണ്ട് തന്നെ ധ്യാനിന്റെ അച്ഛനും അമ്മയും അവരുടെ അടുത്തേക്ക് താമസം മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ ധ്യാൻ കോളേജിൽ പോയാലും ഈ അവസ്ഥയിൽ രാധവിന് കൂട്ടായി അവരുണ്ടാകും. തീരെ വയ്യേ രാധു, ഹോസ്പിറ്റലിൽ പോണോ? വ്യസനത്തോടെ രാധവിന്റെ തലയിൽ തലോടിക്കൊണ്ട് ധ്യാൻ ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല മാഷേ. വയ്യെങ്കിലും പതിയെ എണീറ്റിരുന്നു കൊണ്ട് രാധു ധ്യാനിനോടായി പറഞ്ഞു. നീ എന്തെങ്കിലും കഴിച്ചോ? രാധവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ധ്യാൻ പറഞ്ഞതും അവൾ ഇല്ലെന്ന് തലയാട്ടി. ഇവിടെ ഇരിക്ക്, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. വേണ്ട മാഷേ, അമ്മ കൊണ്ടുവന്നതാ, ഞാൻ കഴിക്കാനിതാ. കഴിച്ചാൽ വീണ്ടും ഛർദ്ദിക്കും, എനിക്ക് വയ്യ. ക്ഷീണത്തോടെ പറയുന്നവളെ കണ്ട് അവന്റെ കണ്ണുകൾ നിറഞ്ഞു. ഇത്തിരി പോലും വിശപ്പ് സഹിക്കാൻ പറ്റാത്തവളാണ്. വയറൊഴിയാൻ പാടില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടണം അവൾക്ക്. ഇപ്പൊ കുറച്ചായിട്ട് അവൾക്ക് ഭക്ഷണം കാണുന്നത് തന്നെ മടുപ്പാണ്. മുൻപ് ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിന്റെ സ്മെല്ല് പോലും ഇപ്പൊ പിടിക്കാതെയായി. പച്ചവെള്ളം പോലും കുടിച്ചാൽ വൊമിറ്റ് ചെയ്യുന്ന അവളുടെ അവസ്ഥയോർത്ത് ധ്യാനിന് വല്ലാത്ത വിഷമം തോന്നി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ രാധവേ? ഭക്ഷണം കഴിക്കാതിരുന്നാലേ അത് നിനക്കും നമ്മുടെ കുഞ്ഞിന് ദോഷല്ലേ? ധ്യാനത് പറഞ്ഞപ്പോഴേക്കും ധ്യാനിന്റെ അമ്മ ധ്യാനിന് കുടിക്കാനുള്ള ചായയും രാധവിന് കുടിക്കാനുള്ള ജ്യൂസും കൊണ്ടുവന്നു. എനിക്ക് വേണ്ടമ്മേ. ധ്യാനിന്റെ അമ്മയുടെ കയ്യിൽ ജ്യൂസ് ഗ്ലാസ് കണ്ടാൻ ഇഷ്ടത്തോടെ രാധു പറഞ്ഞു. അത് പറഞ്ഞാൽ പറ്റത്തില്ല, ഇന്ന് കാര്യമായി ഒന്നും കഴിച്ചിട്ടില്ല. ഈ ജ്യൂസെങ്കിലും കുടിക്കുമോളെ. വിശപ്പുണ്ടെങ്കിൽ രാധു കുടിക്കാൻ പേടിച്ച് വേണ്ടെന്ന് പറഞ്ഞു. കുടിക്ക് രാധു. ധ്യാൻ കൂടെ നിർബന്ധിച്ചതും രാധു അമ്മയുടെ കയ്യിൽ നിന്ന് ജ്യൂസ് വാങ്ങി കുടിച്ചു. ഇനി കുറച്ചു നേരം കണ്ണടിച്ച് കിടന്നു മോളെ, എന്നെ ഛർദ്ദിക്കില്ല. രാധുവിന്റെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞ ജ്യൂസ് ഗ്ലാസ് വാങ്ങിക്കൊണ്ട് ധ്യാനിന്റെ അമ്മ പറഞ്ഞതും രാധു തലകുലുക്കി. ഒഴിഞ്ഞ ഗ്ലാസ് കൊണ്ട് അമ്മ പോയതും ധ്യാൻ തന്നോട് ചേർന്നിരിക്കുന്ന രാധുവിന്റെ തലയിൽ വിഷമത്തോടെ തലോടി. ക്ഷീണിച്ച് കവിളും ഒട്ടിയ അവളുടെ മുഖവും കുഴിഞ്ഞ കണ്ണുകളും കണ്ടതും തന്റെ കുഞ്ഞിന് വേണ്ടി അവൾ അനുഭവിക്കുന്ന യാതന കണ്ട് അവൻ അവളോട് സ്നേഹം കൂടി. ഒപ്പം അവളുടെ അവസ്ഥ കണ്ട് സങ്കടത്തിൽ കണ്ണുകൾ നിറഞ്ഞു. അയ്യേ മാഷ്, നിനക്ക് അറിയുന്നത്? തന്റെ കവളിലേക്ക് ഉറ്റി വീണ കണ്ണുനീർ കണ്ട് കണ്ണു തുറന്ന് രാധു നിറ കണ്ണുകളോടെ തന്നെ നോക്കിയിരിക്കുന്ന ധ്യാനിനെ കണ്ട് മൂകുത് വിരൽ വെച്ചുകൊണ്ട് ചോദിച്ചു. ചാടിത്തുള്ളി നടന്നിരുന്ന നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് എനിക്ക് സഹിക്കുന്നില്ലടി. നമ്മുടെ കുഞ്ഞിന് വേണ്ടി നീ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടല്ലേ? രാധുവിന്റെ കവളിൽ തടകി അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് ധ്യാൻ പറഞ്ഞു. ഒന്ന് പോയേ മാഷേ, എല്ലാരും ഇങ്ങനെ തന്നെയല്ലേ? ഇങ്ങനെ കരയുന്ന നാണക്കേടുണ്ടോ? നമ്മുടെ 4 മക്കൾ ഇനിയും വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട്. ഇങ്ങനെ കരയാൻ നിന്ന മാഷിന് അതേ സമയം കാണൂട്ടോ. തളർച്ചയിലും ധ്യാനിന്റെ നിറഞ്ഞ കണ്ണു തുടച്ചു കൊടുത്തുകൊണ്ട് ചെറു ചിരിയോടെ രാധു പറഞ്ഞതും ധ്യാൻ അതിശയത്തിൽ അവളെ നോക്കിയതും ഇതിലൊന്നും ഞാൻ തളരില്ലെന്ന ഭാവത്തിൽ രാധവനെ നോക്കി പല്ലിളിച്ചു. ദിവസങ്ങൾ വീണ്ടും ആഴ്ചകളും മാസങ്ങളുമായി കഴിഞ്ഞുപോയി. ആദ്യമൊക്കെ രാധുവില്ലാതെ ക്ലാസ്സിൽ പോകാൻ മിത്രക്ക് മടിയായിരുന്നു. എങ്കിലും വീട്ടിൽ ക്ലാസ് കളഞ്ഞിരിക്കാൻ ഡെവി സമ്മതിക്കാത്തത് കൊണ്ട് മിത്രക്ക് കോളേജിൽ പോകേണ്ടി വരും. 5 മാസം കഴിഞ്ഞതും രാധവിന്റെ വോമിറ്റിങ്ങും വയ്യായികയൊക്കെ ഒരുവിധം മാറിയെങ്കിലും ഇപ്പോഴും പല ഭക്ഷണവും സ്മെല്ലൊന്നും അവൾക്ക് പിടിക്കില്ല. വയ്യായികയൊക്കെ കുറച്ച് മാറിയെങ്കിലും ധ്യാൻ അവളെ കോളേജിലേക്ക് വിടാൻ പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്നായിരുന്നു അവളുടെ പഠിത്തക്ക്. 7ാം മാസത്തിലെ കൂട്ടിക്കൊണ്ടുപോകുന്ന ചടങ്ങ് നടത്താനായി ധ്യാനും രാധുവും അവന്റെ അച്ഛനും അമ്മയും കൂടി നാട്ടിലേക്ക് പോയി. ചടങ്ങെല്ലാം കഴിഞ്ഞ് പിറ്റേ ആഴ്ച തന്നെ അവർ തിരിച്ചു വന്നിരുന്നു. മുൻപ് രാധു ധ്യാനിന്റെ പിറകെ കൂടെ നടന്നതിന് പകരമായി രാധവ് ശരിക്കും ധ്യാന് രാവെന്നോ പകലെന്നോ ഇല്ലാതെ ചുറ്റിക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് സെയിമിന്റെ ലാസ്റ്റ് എക്സാം കഴിഞ്ഞ് നിറവയറും താങ്ങിക്കൊണ്ട് രാധു ക്ലാസ്സിന് വെളിയിലേക്ക് ഇറങ്ങി വന്നു. അവൾക്ക് 8 മാസം കഴിഞ്ഞു. 2 വീക്ക് കഴിഞ്ഞാണ് ഡെലിവറി ഡേറ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ക്ലാസ്സിന് മുന്നിൽ നിന്നിരുന്ന മിത്രൻ രാധുവിന്റെ കയ്യിൽ പിടിച്ച് പതിയെ മുന്നോട്ട് നടന്നുകൊണ്ട് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, എന്നാലും വിചാരിച്ച മാർക്ക് കിട്ടില്ല. കയ്യിലുള്ള വാട്ടർ ബോട്ടിലും ഹാൾ ടിക്കറ്റും എല്ലാം ബാഗിലേക്ക് വെച്ചുകൊണ്ട് രാധു പറഞ്ഞു. ഏയ്, നീയല്ലേ പറഞ്ഞതൊക്കെ പഠിച്ചോന്ന്, പിന്നെന്ത് പറ്റി? രാധുവായി പതിയെ പാർക്കിങ്ങിലേക്ക് നടക്കുന്നതിനിടയിൽ മിത്ര സംശയത്തിൽ ചോദിച്ചു. അതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ പഠിച്ചോന്ന് നേരെ ചൊവ്വ എഴുതാൻ പറ്റണ്ടേ? എന്ത് പറ്റിയടി? വയ്യായിക എന്തെങ്കിലും ഉണ്ടോ?
ഈ ഉള്ളി കിടക്കുന്ന മുതലുണ്ടല്ലോ, ഞാൻ എക്സാം ഹാളിൽ കയറി ഇറങ്ങിയപ്പോൾ മുതൽ എന്തൊരു ചവിട്ടായിരുന്നു. എൻ്റെ എഴുതാനുള്ള കോൺസെൻട്രേഷൻ ഫുള്ള് പോയി. വയറിൽ തടവിക്കൊണ്ട് രാധു പറഞ്ഞത് കേട്ട് മിത്ര ചിരിച്ചു. ആണോടാ പാവേ? മിത്ര രാധുവിന്റെ വയറിൽ കൈ ചേർത്തുകൊണ്ട് ചിരിയോടെ ചോദിച്ചതും കൈ വെച്ചെടുത്ത് കുഞ്ഞിന്റെ അനക്കം അറിഞ്ഞതും മിത്രയുടെ മുഖം വിടർന്നു. ആഹാ, ആള് കുറുമ്പനാണെന്ന് തോന്നുന്നല്ലോ. തുടരെ തുടരെ നന്നായി അനക്കമറിയാൻ തുടങ്ങിയതും ചിരിയോടെ രാധവിന്റെ വയറിൽ തലോടിക്കൊണ്ട് മിത്ര പറഞ്ഞു. കുറുമ്പനാണോന്നോ? ചിലപ്പോൾ എന്നെ പേടിപ്പിക്കാനായിട്ട് അനങ്ങാതിരിക്കും. ഇങ്ങനെ എപ്പോഴും അനങ്ങി കളിക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ചലനല്ലാതെ നിൽക്കുമ്പോൾ ശരിക്കും അമ്പോ പേടിച്ചു പോകും. അപ്പൊ കൈ കിട്ടിയ 2 പേട കൊടുക്കാൻ തോന്നും. നിന്റെ അല്ലേ പ്രൊഡക്റ്റ്, അപ്പൊ ഇതിലേറെ പ്രതീക്ഷിക്കാം. രാധു പറഞ്ഞത് കേട്ട് അവളുടെ വയറിൽ തലോട് ചിരിയോടെ പറഞ്ഞ് മിത്ര അവളുടെ കൈയും പിടിച്ച് നടന്നു. പാർക്കിങ്ങിന്റെ അരികിലുള്ള തണൽ മരത്തിന്റെ കീഴെ ധ്യാൻ മരുന്ന് നോക്കി 2 പേരിരുന്നു.